അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു കാലിക്കറ്റ് സിസ്റ്റേഴ്സ്. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ചെമ്മീൻ ബിരിയാണിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ചെമ്മീൻ ബിരിയാണിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബസ്മതി റൈസാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാ കൈമ റൈസും കൊണ്ടും ഉണ്ടാക്കാം. ബസ്മതി റൈസ് ഇതാ 2 കപ്പ് ഞാൻ നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുറച്ച് വെള്ളത്തിൽ കുതിരാൻ വെക്കുന്നുണ്ട്. അതവിടെ അരമണിക്കൂർ മാറ്റി വെക്കുമ്പോൾ തന്നെ നമുക്ക് ചെമ്മീൻ വൃത്തിയാക്കി തലയോടുകൂടി ക്ലീനാക്കി വെച്ചതിലേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ്, വേണമെങ്കിൽ കുറച്ച് പെരുംജീരകം ചേർത്ത് കൊടുക്കാം. ഞാൻ പെരുംജീരകം ചേർക്കുന്നില്ല. വെള്ളം ചേർക്കാതെ നല്ലവണ്ണം കുഴച്ച് മസാല തേച്ച് പിടിപ്പിക്കാം. ഒരു 5-10 മിനിറ്റ് വേണമെങ്കിൽ മാത്രം മാറ്റി വെച്ചാൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇത് പൊരിച്ചെടുക്കാം. ഇനി പൊരിച്ചെടുക്കാൻ പോവുകയാണ് ഞാൻ. ഒരു പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് കായം തേച്ച് വെച്ച് ചെമ്മീനൊക്കെ ഒന്ന് പൊരിച്ചെടുക്കാം. നമ്മൾ സാധാ റോസ്റ്റ് ഉണ്ടാക്കുന്നത് പോലെ വല്ലാണ്ട് നെരിച്ച് പൊരിക്കണമെന്നില്ല. ജസ്റ്റ് നല്ല ഒന്ന് കളർ മാറി കിട്ടിയാൽ മതി. ഓവർ ഫ്രൈ ആയി കഴിഞ്ഞാൽ ചെമ്മീൻ ഒരു റബ്ബറി ടെക്സ്ചറായി മാറും. അതുകൊണ്ട് വല്ലാണ്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണ്ട. ഇനി ഫ്രൈ ചെയ്ത് വെച്ച് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം. ഇതേ സെയിം പാനിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 1-2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ പച്ചവെണ്ണം മാറിയെന്ന് കണ്ടാൽ നമുക്കിതിലേക്ക് വളരെ നൈസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. 4 സവാള മുതൽ 5 സവാള വരെയാണ് ഇതിൽ ചേർത്തിട്ടുള്ളത്. പാകത്തിന് ഉപ്പ് കൂടിയും ചേർത്ത് നല്ലവണ്ണം ഇളക്കിയതിന് ശേഷം ഒന്ന് മൂടി വെച്ച് നമുക്ക് ഇത് സോട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ഉള്ളി അത്യാവശ്യം ഒന്ന് സോട്ടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. വല്ലാണ്ട് പുളിയില്ലാത്ത തക്കാളിയെ കാരണം 2 ചെറിയ തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 5 മുതൽ 6 പച്ചമുളക് കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവില്ലാത്ത പച്ചമുളകാണെങ്കിൽ ഒരു 10 പച്ചമുളക് വരെ നിങ്ങൾക്ക് ചേർക്കാം. ഇത് നല്ലവണ്ണം ഒന്ന് വഴന്ന് തക്കാളിയൊക്കെ നല്ല ഒന്ന് അതിൽ സോഫ്റ്റ് ആയതിനു ശേഷം ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. പെരുംജീരകം ഞാൻ 1 മുതൽ 2 ടേബിൾ സ്പൂണാണ് പെരുംജീരകം ചേർക്കുന്നത്. പിന്നെ ചേർക്കുന്നത് കുരുമുളകാണ്. 1/2 ടേബിൾ സ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 മുതൽ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി വേണേൽ ചേർത്ത് കൊടുക്കാം. പച്ചമുളകിൻ്റെ എരിവിനെ പാകത്തിന് നോക്കിയിട്ട് നിങ്ങൾക്ക് മുളക് പൊടി ചേർത്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ മുളക് പൊടി നിങ്ങൾക്ക് ഒഴിവാക്കാം. ഞാൻ ഈ മസാലയ്ക്ക് കുറച്ചുകൂടി റെഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് മുളക് പൊടി ചേർക്കുന്നത്. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഞാൻ 2 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരാണ് ചേർക്കുന്നത്. പിന്നെ 2 ടേബിൾ സ്പൂൺ തൈര് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വല്ലാണ്ട് പുളിയില്ലാത്ത തൈരാണെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ എടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ തൈര് നിങ്ങൾക്ക് ചേർക്കാം. ഇതിൽ തക്കാളിയും ഒന്നും വല്ലാണ്ട് പുളിയില്ലാത്ത കാരണമാണ് ഞാൻ 2 ടേബിൾ സ്പൂൺ തൈര് എടുത്തത്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഒരു പിടി മല്ലിയിലയും പുതിനയിലയും ഒന്ന് ചെറുതായി അരിഞ്ഞത് നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. നല്ലവണ്ണം ഒന്ന് വഴറ്റി ആ പച്ചമണം ഒക്കെ മാറിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള ചെമ്മീൻ കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ മസാല ഇതായി ഓൾമോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പാകത്തിന് ഉപ്പ് കൂടിയൊക്കെ നോക്കുക. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ ബിരിയാണിക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കിയതിന് ശേഷമാണ് ഇതിലേക്ക് മസാല ഒക്കെ പാടെ മിക്സ് ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ്
ഇനി നമുക്ക് വേറൊരു പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഒരു 1 മുതൽ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. എന്നിട്ട് ഇതിലേക്ക് വളരെ നേരിയതായിട്ട് അരിഞ്ഞ ഒരു സവാള മതി. വളരെ നേരിയതായിട്ട് അരിഞ്ഞ ഒരു സവാള നമുക്ക് ചേർത്ത് നല്ലവണ്ണം ഒന്ന് ഗോൾഡൻ ഫ്രൈ ആവുന്നത് വരെ നമുക്കൊന്ന് നെരിച്ചെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനും പിന്നെ ബിരിയാണിയുടെ ഇടയിൽ ഇട്ട് കൊടുക്കാനുള്ള ഒരു ഫ്രൈ കൂടിയാണിത്. അപ്പോൾ നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ട് ഇത് മാറ്റി വെച്ചതിന് ശേഷം ഇതേ സെയിം പാനിലേക്ക് അപ്പോൾ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ ഞാൻ കുറച്ചുകൂടി നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചുള്ള ഗരം മസാലകൾ ഇടാം. പട്ട, പൂവ്, കുറച്ച് പെരുംജീരകം, ബേ ലീഫ്, ഏലക്കായ് ഇവയെല്ലാം ഒന്ന് പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് 2 കപ്പ് ബസ്മതി റൈസിന് 4 കപ്പ് വെള്ളം എന്നുള്ള ലെവലിൽ എടുത്തിട്ട് വെള്ളം ഒന്ന് തളിച്ചതിന് ശേഷം പാകത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം. ബസ്മതി റൈസ് കൂടി ഇട്ട് നമുക്കിതാ വേവിച്ച് എടുക്കാം. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് സെറ്റാക്കാം. അതിനിതാ നമ്മുടെ ബിരിയാണി ചെമ്മീൻ മസാല നമ്മൾ ഓൾറെഡി എടുത്ത് വെച്ചതിലേക്ക് കുറച്ച് റൈസ് ഇട്ട് കൊടുക്കാം. അതിന് മേലെ കുറച്ച് ഗരം മസാല, പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി, പിന്നെ വീണ്ടും റൈസ് ഇട്ട് കൊടുക്കാം, പിന്നെ ഗരം മസാല, ഉള്ളി അങ്ങനെ ആക്കിയതിന് ശേഷം ഇതാ നമ്മളുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് മൂടി വെച്ചതിന് ശേഷം നമുക്ക് കുറച്ച് വെയിറ്റുള്ള എന്തെങ്കിലും ഇതിന് മേലെ വെച്ച് കൊടുത്താൽ മതി. ഞാനിവിടെ ചെറിയ ഉരലാണ് വെക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ സൈഡായിട്ട് ഡിഷ് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് റൈത്ത ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. ഇങ്ങനെ നമുക്കിതൊരു 10-15 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ചൂടായതിനു ശേഷം അടുപ്പ് നമുക്ക് ഓഫാക്കാം. ഇത് നമ്മൾക്കൊരു 5-10 മിനിറ്റ് സിമ്മിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പം മസാലകളെല്ലാം കൂടെ റൈസിലേക്കൊന്ന് പിടിക്കും. ഇതിന് കൂടെ കഴിക്കാൻ വേണ്ടി ഞാൻ റൈത്ത റെഡിയാക്കുന്നുണ്ട്. അതിന് ചെറിയ സവാള, അനാറ്, പച്ചമുളക്, പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് നമുക്കിത് തൈര് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ റൈത്ത റെഡിയായി. ഇനി നമുക്ക് ഇതിലേക്ക് സൈഡ് ഡിഷായിട്ട് ഒരു പപ്പടം കൂടി പൊരിച്ചെടുക്കാം.